കായലിലെ രാജാവ് എന്നറിയപ്പെടുന്ന മീനാണ് നമ്മുടെ കാളാഞ്ചി. പക്ഷേ ഇത് കായലല്ല കേട്ടോ, നമ്മുടെ കുളമാണ്, ശുദ്ധജലത്തിലാണ് ഇപ്പോൾ ഈ മീൻ ഇരിക്കുന്നത്. ഭയങ്കര വെയിലിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഇപ്പോൾ മീനെല്ലാം മേലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവർക്ക് ടെമ്പറേച്ചറിൻ്റെ ഒരു നല്ലൊരു ഇഷ്യൂ വരുന്നുണ്ട് നമ്മുടെ ഫ്രഷ് വാട്ടറിലൊക്കെ ഫാമിങ് ചെയ്യുന്ന സമയത്ത്. ഇതിൽ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നതല്ല, ഇതിൽ നമുക്ക് വരാലും കാളാഞ്ചിയും തിലോപ്പിയും കോഴിക്കാർപ്പും അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സഡ് ആയിട്ടൊരു പോണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വേനൽക്കാലം കഴിയുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ വേനൽക്കാലത്ത് ഈ 2-3 മാസം സർവൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഇങ്ങനെ മേലേക്ക് വരും, കുറച്ചെണ്ണം ചത്തു പോവും. ഇതിപ്പോൾ അത്യാവശ്യം 1/2 കിലോയ്ക്ക് മേലെ 1 കിലോ സൈസുള്ള മീനാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. കുറച്ചെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ മേലേക്ക് വരുന്നത് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്താണ്. ഇതിൽ കാളാഞ്ചി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വരാലും എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നം നമുക്ക് കണ്ടിട്ടില്ല, കാരണം കുളത്തിന് അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവരെ നമുക്കിങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ. ഇത് നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി, എന്നാലും അത്യാവശ്യം ഇപ്പോൾ ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും നമുക്കറിയാം നമുക്ക് എത്രത്തോളം കാളാഞ്ചി കുളത്തിൽ ബാക്കി ഉണ്ടാവും എന്നുള്ളത്. കുറേ എണ്ണം നമ്മൾ പിടിച്ചായിരുന്നു, ഇതുപോലെ കണ്ടപ്പോൾ നമ്മൾ നെറ്റ് ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം നമുക്ക് എത്രത്തോളം കിട്ടുമെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.